എയർ ഇന്ത്യ വിമാനം ആകാശച്ചുഴിയിൽപ്പെട്ട സംഭവത്തിൽ പൈലറ്റ് ലഹരി ഉപയോഗിച്ചെന്ന് കണ്ടെത്തിയതോടെ നടപടി കടുപ്പിച്ച് വ്യോമയാന മന്ത്രാലയം. ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാരിൽ ലഹരി പരിശോധന നിർബന്ധമാക്കണമെന്നും വിമാന കമ്പനികളോട് നിർദ്ദേശിച്ചു. എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവും. എയർ ഇന്ത്യ സിഇഒയെ വ്യോമയാന മന്ത്രാലയം വിളിച്ചുവരുത്തിയിരുന്നു. എയർ ഇന്ത്യ ഫുക്കറ്റ് ഡൽഹി വിമാനം ആകാശത്ത് വെച്ച് 300 അടി താഴേക്ക് പതിച്ച സംഭവത്തിൽ പൈലറ്റിന്റെ രണ്ടാം ലഹരി പരിശോധനയും പോസിറ്റീവായതോടെ കടുത്ത നടപടികൾ ആരംഭിച്ചു വ്യോമയാന മന്ത്രാലയം. നിലവിലുള്ള ചട്ടങ്ങൾ പാലിക്കണമെന്നും പൈലറ്റുമാർക്ക് ലഹരി പരിശോധന കർശനമാക്കണമെന്നും വിമാന കമ്പനികൾക്ക് നിർദ്ദേശം നൽകി. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചതായാണ് പരിശോധനയിൽ സ്ഥിരീകരിച്ചത്. എയർ ഇന്ത്യ സിഇഒയെ കേന്ദ്ര വ്യോമയാന മന്ത്രാലയം വിളിച്ചു വരുത്തിയിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചുഴി തന്നെയാണോ എന്നും എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അന്വേഷിച്ചു വരികയാണ്. അന്വേഷണ സംഘം നൽകുന്ന പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികളുണ്ടാകും. അന്വേഷണത്തിന് സഹായിക്കാൻ എയർ ഇന്ത്യയുടെ വിദഗ്ധ സംഘം ഡൽഹിയിലെത്തി. ഫ്രഞ്ച് വിമാന അപകട അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥരും മാനദണ്ഡങ്ങൾക്കനുസരിച്ച് അന്വേഷണത്തിന്റെ ഭാഗമാകും. ഓഗസ്റ്റ് 4 ഫുക്കറ്റിൽ നിന്ന് 137 യാത്രക്കാരും 8 ജീവനക്കാരുമായി ഡൽഹിയിലേക്ക് പറന്ന വിമാനം ആകാശത്ത് വെച്ച് പെട്ടെന്ന് 300 അടിയോളം താഴേക്ക് പതിക്കുകയായിരുന്നു. പിന്നീട് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി.